ഓക്സിജൻ സപ്ലൈ കട്ടായിട്ടുള്ള ചില പോർഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ കുറച്ച് ഇഞ്ചുറി ഉണ്ടാവും, ഹൈപ്പോക്സിക് ഇഞ്ചുറി എന്ന് പറയും അതിന്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു. അതുപോലെ തന്നെ അതിലും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ചയെ അത് ബാധിക്കുമല്ലോ, അതോർത്ത് ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. അങ്ങനെ ഡോക്ടർ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവർ വന്ന് ചെക്ക് ചെയ്തു. എല്ലാം കഴിഞ്ഞ് പിന്നെയും അവർ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു, സീഷർ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ഏകദേശം 1.5 മാസത്തോളം അവൻ മരുന്ന് എടുത്തു. ഇപ്പോൾ ആ മരുന്നെല്ലാം പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. രണ്ടാമത്തെ MRIയിൽ കുഞ്ഞിന് ആദ്യത്തിൽ നിന്നും വേറെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. ആദ്യത്തെ ഇഞ്ചുറി കൊണ്ട് അവന് ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇപ്പം 4 മാസമായി കുഞ്ഞിന്. ഈ നിമിഷം വരെ അവൻ അറ്റൈൻ ചെയ്യേണ്ട എല്ലാ മൈൽ സ്റ്റോൺസും അവൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കൃത്യം 4 മാസമായപ്പം കമന്ന് വീഴുകയും ചെയ്തു. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ സാക്ഷ്യം.